എന്റെ ചാനലിൽ യൂഷ്വലായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് വീഡിയോ അല്ല ഇത്. ഇതൊരു പ്രതികരണമോ പ്രതിഷേധമോ ഒന്നുമല്ല. യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും എന്റെ വീഡിയോസ് കൂടുതൽ കാണുന്നത് കുട്ടികളായതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിന് മുന്നേ എനിക്ക് ഉണ്ടായിരുന്ന അനുഭവത്തെ പറ്റി പറയാം. ഇത് എന്റെ 5 വയസ്സുള്ള മകളും എന്റെ 65 വയസ്സുള്ള മദറിലെയും കൂടി ബസ് യാത്ര ചെയ്യുകയായിരുന്നു. ബസ്സിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അത് ഫുള്ളി ഓക്യുപ്പൈഡ്. അപ്പോൾ എനിക്കറിയാവുന്നത് എന്തായാലും സീറ്റ് കിട്ടാനൊന്നും പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്റെ മകളെ എനിക്ക് എവിടെയും പിടിച്ചിരുത്താൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തോണ്ട് കയറിയില്ല. എടുത്തോണ്ട് ഇറങ്ങി എനിക്ക് ഡയറക്റ്റ് ആയിട്ടൊരു സീറ്റ് കിട്ടിയാണ്. ഞാൻ അവളോട് നടന്ന് തന്നെ എല്ലാം തന്നെയാണ് കയറിയത്. പക്ഷെ ഒരു മനുഷ്യർ പോലും മുഖത്തോട്ട് നോക്കിയതുമില്ല, അവളൊന്നും ചേർത്ത് പിടിച്ചിരുത്തില്ല. 5 വയസ്സുള്ള കുട്ടികൾക്ക് എത്ര വെയിറ്റ് മാക്സിമം കാണും? ഒരാൾക്ക് പിടിച്ച് മടി ഇരുത്താമായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചാലും ചെയ്തില്ല. ഞങ്ങളുടെ ആരോട് ചോദിക്കാനും പോയില്ല. മധുരലോയും അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം കുറച്ച് അടുത്ത സ്റ്റോപ്പിൽ കുറച്ച് പ്രായവർ കയറി, അവർക്ക് വേണ്ടി ആരും വേണ്ടിയിട്ട് കൊടുത്തില്ല. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗർഭിണി കയറിയപ്പോൾ പുറകിൽ നിന്ന് കണ്ടിട്ട് വിളിച്ച് പറയേണ്ടി വന്നു, ആണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാൻ. അപ്പോഴാണ് ഒരു കുട്ടി മാറി എണീറ്റ് സീറ്റ് കൊടുത്തത്. ആ ബസ്സിൽ അതുവരെ യാത്ര ചെയ്തവർ കൊച്ചു കുട്ടികളുമല്ല, 60 വയസ്സിന് മുകളിലുള്ളവരല്ല, എല്ലാം ചെറുപ്പക്കാരായിട്ട് ഒരു സ്ത്രീകളായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ആർക്കും തോന്നിയില്ലേ ഒരു പ്രായമാർക്ക് വേണ്ടി സീറ്റ് എണീറ്റ് കൊടുക്കുകയെന്നോ അല്ലെങ്കിൽ കൊച്ചു കുട്ടിയെ പിടിച്ച് മടി ഇരുത്തണമെന്ന് തോന്നിയില്ലല്ലോ എന്നൊരു തിങ്കിലാണ് എനിക്ക് ഈ വീഡിയോ ഇടേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബറുടെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ വളർന്നു വരുന്നൊരു സമൂഹമാണ്. നമ്മൾ കുഞ്ഞിലെ ചെയ്യുന്ന കുഞ്ഞു നന്മകളാണ് നമുക്ക് നാളെ ഭാവിയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു പ്രേരണ ഉണ്ടാക്കുന്നത്. അല്ലാതെ വലുതാവുമ്പോൾ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കണം, കരൾ പകർന്ന് നൽകണം, അത് മാത്രമല്ല നന്മ. നമ്മൾ ചെറുതിലേ ശീലിച്ചു വന്ന ചെറിയ ചെറിയ കാര്യങ്ങളും നന്മകൾ തന്നെയാണ്. റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കുന്ന നന്മ തന്നെയാണ്. വീണ് പോയാൽ എണീപ്പിക്കുന്നത് നന്മ തന്നെയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മകളാണ്. അപ്പോൾ അതിനുവേണ്ടി ആരും തള്ളി ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഞാൻ പഠിച്ച ദിവസം ഞാൻ എത്രയോ വർഷം ബസ്സിലാണ് യാത്ര. ഞങ്ങൾക്ക് ആരോടും ഞങ്ങളുടെ അടുത്തും പറയേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ കയറുമ്പോൾ തന്നെ എണീറ്റ് കൊടുക്കാറുണ്ട്. ഇത് സീറ്റ് എണീറ്റ് കൊടുക്കുന്നത് മാത്രമല്ല ഒരു ഇഷ്യൂ. ഞാൻ പറഞ്ഞതാണ്, എൻ്റെ സബ്സ്ക്രൈബായിട്ടുള്ള എൻ്റെ കുട്ടികൾ എന്നെക്കാട്ട് എത്രയോ പ്രായത്തിനുള്ളതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് എനിക്കറിയാം, എൻ്റെ വ്യൂവേഴ്സ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ചേച്ചി പറയുന്ന കണക്കോ എങ്ങനെയുള്ള നിങ്ങൾക്ക് ഇത് എടുക്കാം. നമ്മൾ ചെറുതിലേ ചിരിച്ചു വരുന്ന ചെറിയ ചെറിയ നന്മകളെ മാറ്റി നിർത്തരുത്. ഭാവിയിൽ ഇതണക്ക് പലർക്കും തോന്നിപ്പോകും, എന്തുകൊണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്തെന്ന് തോന്നിക്കാൻ ഇട വരുത്തരുത്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്, നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. നമ്മളത് ചെയ്യുക. അത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്നതോ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചാണ് ചെറിയ ചെറിയ നമ്മൾ ചെയ്യാൻ വേണ്ടി മടിച്ചു നിൽക്കരുത്. ഇതിന്റെ കമന്റ് ഇത് ആരും ജനറേഷനെ ഞാൻ കുറ്റം പറയുന്നൊന്നുമല്ല. ഇപ്പം ആയിരുന്നത് ഒരിക്കലും ഒരു ന്യൂജൻ കുട്ടികളല്ല ആ ബസ്സിലുണ്ടായിരുന്ന ഒന്നും. അതുകൊണ്ട് ജനറേഷനായിട്ട് ഒരു റിലേഷനും ഇല്ല ഇതിനകത്ത്. നമ്മുടെ മൈൻഡാണ് ഇതിൻ്റെ. നമുക്ക് തോന്നണം, നമ്മൾ തോന്നി ചെയ്യണം. അതിനുവേണ്ടി ആരും മടിച്ചു നിൽക്കരുത്. അപ്പം നിങ്ങളാണ് വളർന്നു വരുന്ന സമൂഹം. നിങ്ങൾ ചെയ്യുന്നിടത്തോളം അടുത്തടുത്ത തലമുറ കണ്ടു വളർന്നു വരേണ്ടത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എനിക്കൊരു ഉപദേശമായിട്ടോ സജഷനായിട്ടോ എങ്ങനെയുള്ള നിങ്ങൾ എടുക്കാം. ഇതിന്റെ കമ്പോസ് നിങ്ങൾക്ക് ഇനി വന്നത് പോർക്കളമൊന്നും ആക്കരുത്. ഇതിന്റെ ഒരു വലിയൊരു ഇതിലും വലിയ എന്തെല്ലാം ഇഷ്യൂകൾ നടക്കുന്നപ്പോഴാണോ സീറ്റും ബസ്സും ഒന്നും പറഞ്ഞു വരണ്ട. ഇത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞൊരു കാര്യമായിട്ട് മാത്രം എടുത്താൽ മതി. മാതാപിതാക്കളാണ് കാണുന്നതെങ്കിൽ ഇത് കുട്ടികളെന്ന് കാണിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ പിന്നെ കാണാം.